C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഹിറ്റ്ലർ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഒരുപാട് നാളായിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ച ചോദ്യം. സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. ഈ ദീപങ്ങളാണ് സാക്ഷി. പറയൂ. ചോദിക്കേ. നിങ്ങള് മറ്റാരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? ആരോടെങ്കിലും എപ്പോഴെങ്കിലും സ്നേഹം തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. സുപ്രിയയെ. സുപ്രിയയുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. മറ്റാരെങ്കിലും. അങ്ങനെ ചോദിച്ചാൽ ഇല്ല. പക്ഷേ സുപ്രിയയുടെ ഓർമ്മകൾ എൻ്റെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ സ്നേഹിച്ചു പോകുമായിരുന്ന ഒരാളുണ്ട്. അതാരാ? അത് എൻ്റെ ഉള്ളിലെ രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. കഴിഞ്ഞോ നിന്റെ ചോദ്യം? ഇല്ല, ഒരു ചോദ്യം കൂടിയുണ്ട്. എപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? ഒരു നിമിഷത്തേക്കെങ്കിലും? ഇല്ല. പോവാം. അതും ഇതും പറഞ്ഞു നിൽക്കാതെ വരാൻ നോക്ക. ഹലോ ഹിറ്റ്ലറെ, പോവാണോ? എന്താ ഇത്ര ധൃതി? എന്തു പറ്റി? ഒന്നില്ല. ദേവിയുടെ അനുഗ്രഹം കുറച്ചെങ്കിലും എനിക്ക് കിട്ടുമെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. എന്നിട്ട്? എനിക്കതൊന്നും വിധിച്ചിട്ടില്ല. അത് തീരുമാനിക്കേണ്ടത് ദേവിയല്ലേ? സമയമാവട്ടെ, അപ്പൊ ദേവി അത് തെളിയിച്ചു തരും. എന്തൊരു പരിക്കൻ സ്വഭാവം അമ്മയുടെയും മോന്. ലൈഫിൽ നിന്ന് ലവ് പോയ പിന്നെ എല്ലാം പോയി മോളെ. അവൻ ഇങ്ങനായി പോയി. ഓ, എന്തൊരു ബോറനാ. ദീപം ഒഴുക്കി കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് പോവാം. വാ. ആഹാ, ഇത് കൊള്ളാലോ. അമ്മയുടെ ജോലി മായച്ചി സ്ഥിരമായിട്ടങ്ങ് ഏറ്റെടുത്തോ? എന്നെങ്കിലും ഈ ജോലി സ്ഥിരമായിട്ട് ഏറ്റെടുക്കേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ആ കട്ടില് കണ്ട് തൽക്കാലം മായച്ചി പനിക്കണ്ട. എല്ലാവരും കൂടി മൂകാംബികയിലേക്ക് പോയി വരുന്നവരല്ലേ ഉള്ളൂ ഈ ചുമതല. അത് കഴിഞ്ഞാ പിന്നെ എല്ലാം ജ്യോതിയിലേക്ക് തന്നെ മാറും. മാറിക്കോട്ടെ. ഇനി DKയും ജ്യോതിയും കൂടി ഒരുമിച്ചാലും ഞാൻ അതിൽ അത്ഭുതപ്പെടാനൊന്നും പോകുന്നില്ല. അപ്പൊ മായച്ചിക്ക് അവൾ ഇവിടുന്ന് പോണെന്ന് ഒരാഗ്രഹവും ഇല്ലേ? ഞാൻ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം എന്ത് ഫലം? ഇതുവരെ അവൾ ഇവിടുന്ന് പോകാനായിട്ട് നമ്മൾ ചെയ്തതത്രയും അവൾക്ക് അനുകൂലമായിട്ടല്ലേ വന്നത്. ഒടുവിൽ ആരൊക്കെയോ ചേർന്ന് അവൾക്ക് വിഷവും കൊടുത്തു.
എന്നിട്ടും അവൾ ഇവിടേക്ക് തന്നെ തിരിച്ചു വന്നു. അതുകൊണ്ട് അവളുമായിട്ടുള്ള ശീതയുദ്ധം ഞാൻ അങ്ങ് അവസാനിപ്പിച്ചു. ഇനി ആർക്കു വേണ്ടി അവളോട് യുദ്ധം ചെയ്യാൻ ഞാനില്ല. യുദ്ധം ചെയ്ത് മാത്രമല്ലല്ലോ ജയം. പിന്നെ നീ എന്താ ഉദ്ദേശിച്ചത്? ജ്യോതി തിരിച്ചു വരുമ്പോ നമ്മൾ അവളുടെ കൂടെ നിൽക്കണം. അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയണം. ദേ, അവള് വീണ്ടും ഇവിടെ തന്നെ നിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ അപ്പൊ നമുക്ക് പഴയതുപോലെ അവള് പുറത്താക്കാനുള്ള വഴികൾ ആലോചിക്കാം. അതൊക്കെ ഇനി നിങ്ങൾ ഒറ്റയ്ക്കങ്ങ് ചെയ്താ മതി. ഒന്നിനും ഞാനില്ല. ഇങ്ങ് തന്നെ. അതെ, ഞാൻ വേറൊരു കാര്യം പറയാം. അവര് 3 പേരും കൂടി അമ്പലത്തിൽ പോയതോടുകൂടി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുക. ഇത് നമുക്ക് ശരിക്കൊന്ന് വിനിയോഗിച്ചാലോ? എങ്ങനെ? എല്ലാവർക്കും കൂടെ ഇന്നൊരു സിനിമയ്ക്ക് പോയാലോ? ഞാനില്ല, എനിക്കതിനുള്ള മൂഡില്ല. എന്ത് പറ്റി? ഏഷണി പറഞ്ഞത് അങ്ങോട്ട് ഏറ്റില്ല അല്ലേ? ഞാൻ ഒരു ഏഷണിയും പറഞ്ഞില്ല. ഞാൻ കേട്ടു. എന്തായാലും മായേച്ചിയുടെ മനസ്സിന് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാറോ ഇല്ലയോന്ന് നമുക്ക് നോക്കാം. ജ്യോതി ഇവിടെ സ്ഥാനം പിടിച്ചാലേ അതിന്റെ കുഴപ്പം മായച്ചിക്ക് തന്നെയാ. അത് മായച്ചിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇപ്പൊ കാണുന്ന ഈ ശാന്തതയൊന്നും സമാധാനത്തിന്റെ വെള്ളക്കൊടി വീശലായിട്ടൊന്നും കാണണ്ട. അതൊരു പൊട്ടിത്തെറിക്ക് മുൻപുള്ള ശാന്തത മാത്രം. എന്തായാലും അവര് പോയിട്ടിങ്ങി വരട്ടെ. നമുക്കും പോണ അമ്പലത്തില് നമ്മുടെ ഭർത്താക്കന്മാരെ എല്ലാം ഒപ്പം കൂട്ടണം. അത് നല്ലതാ. അമ്മയെ പ്രാർത്ഥിച്ചിട്ട് വന്നാലേ മനസ്സിലെ കുശുമ്പിനൊക്കെ ഒരു കുറവ് വരും. ആ, താരേച്ചി ഉടനെ തന്നെ പോണേ. ഈ രോഗത്തിന് അതേ മരുന്നുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.